ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹിറ്റ്ലർ ഭാഗം 45. രചന ഫൗസിയ നൗഷാദ്. ഒരു മാസമല്ലേ നിങ്ങൾ ഇവിടെ ഉണ്ടാകൂ. അതിനുള്ളിൽ ഈ വേദിക ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരിക്കും. അവൾ മുറിയിലെത്തി വാതിൽ വലിച്ചടച്ചു. വേദിക ദേഷ്യത്തിൽ മുകളിലത്തെ മുറിയിലേക്ക് പോയെങ്കിലും ഹൃത്തിക്കിന്റെ മനസ്സിൽ അവളോടൊരു പ്രത്യേക കൗതുകം രൂപപ്പെട്ടിരുന്നു. അവൻ വാതിൽ വലിച്ചടച്ച ശബ്ദം കേട്ട് ചിരിച്ചുവെങ്കിലും അവന്റെ ഉള്ളിൽ അവളോടുള്ള ദേഷ്യമല്ല, മറിച്ച് അവളുടെ പ്രതികരണശേഷിയിലുള്ള ഒരുതരം മതിപ്പായിരുന്നു. അന്ന് വൈകുന്നേരം പതിവ് പോലെ അനാഥാലയത്തിലേക്ക് മടങ്ങിപ്പോവാൻ സമയമായപ്പോൾ വേദിക തന്റെ പുസ്തകങ്ങളെല്ലാം ബാഗിൽ വെക്കുകയായിരുന്നു. പോകുന്നതിന് മുമ്പ് ടീച്ചറമ്മയെ സഹായിക്കാനുള്ളതെല്ലാം തീർത്ത് അവൾ ഹാളിൽ കാത്തിരുന്നു. അപ്പോഴാണ് ഹൃത്തിക് താഴേക്ക് വന്നത്. അവൻ നേരെ ഉമ്മറത്തേക്ക് നടന്നു. അവിടെയുള്ള ചാരുകസേരയിലിരുന്നു. വേദിക അവനെ ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ നിന്നു. പുറത്ത് സന്ധ്യ മയങ്ങി വരുന്നു. അനാഥാലയത്തിലേക്ക് തിരികെ നടന്നു പോകേണ്ട വഴിയെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് ചെറിയൊരു മടുപ്പ് തോന്നി. ടീച്ചറമ്മ എവിടെ? അവൻ പെട്ടെന്ന് ചോദിച്ചു. അകത്ത് പ്രാർത്ഥിക്കുകയാണ്. അവൾ മുഖം കൊടുക്കാതെ മറുപടി പറഞ്ഞു. എല്ലാ ദിവസവും ഇത്ര വൈകിയാണോ തിരികെ പോകുന്നത്? അതെ, അവൾ ഹസ്തമായി മറുപടി നൽകി. ഒറ്റയ്ക്ക് പോകാൻ പേടിയില്ലേ? അവന്റെ ആ ചോദ്യം അവളെ അത്ഭുതപ്പെടുത്തി. അതിലടങ്ങിയ നേരിയൊരു കരുതലിന്റെ സ്വരം അവൾ കേട്ടു. ഒറ്റയ്ക്കല്ല, ടീച്ചറമ്മ എന്നെ അങ്ങോട്ട് ആക്കാറാണ് പതിവ്. അവർക്കിടയിൽ ഒരു നിമിഷത്തെ മൗനം. അത് ഭേദിച്ചത് ടീച്ചറമ്മയുടെ ശബ്ദമായിരുന്നു. മോളെ വേദു, നിനക്ക് പോവാറായോ? ഉവ്വ് ടീച്ചറമ്മേ. എന്നാ മോനെ ഹൃത്തിക്, നീയൊന്ന് അവളെ അവിടെ വരെ കൊണ്ടാക്കാമോ? എന്ന് ഞാനാ കൊണ്ടാക്കാറുള്ളത്. ഇന്ന് നീ അങ്ങോട്ടേക്ക് ആക്കിയേക്ക്, ടീച്ചറമ്മ പറഞ്ഞു. വേദിക ഞെട്ടി. അയ്യോ, അതിന്റെ ആവശ്യമില്ല ടീച്ചറമ്മേ, ഞാൻ നടന്നോളാം. അതൊന്നും സാരമില്ല, അവനിവിടെ വെറുതെ ഇരിക്കുവല്ലേ, പോയി കൊണ്ടാക്കും മോനെ, ടീച്ചറമ്മ ഒരുതരം അധികാരത്തോടെ പറഞ്ഞു. ഹൃത്തിക് എതിർത്തൊന്നും പറഞ്ഞില്ല. അവൻ എഴുന്നേറ്റു. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. വേദികയ്ക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. ടീച്ചറമ്മയെ വിഷമിക്കേണ്ടെന്ന് കരുതിയവൾ മനസ്സില്ലാ മനസ്സോടെ അവനൊപ്പം നടന്നു. ഒരുമിച്ച് നടക്കുമ്പോഴും അവർക്കിടയിൽ മൗനം നിറഞ്ഞു. ഒരു തണുത്ത കാറ്റ് അവരെ ചുറ്റിപ്പറ്റി ഒഴുകി നീങ്ങുന്നുണ്ടായിരുന്നു. അനാഥാലയത്തിലേക്കുള്ള വഴിയിൽ അധികം വെളിച്ചമില്ലായിരുന്നു. എത്ര നാളായി ഇവിടെ വന്നു തുടങ്ങിയിട്ട്? മൗനം മുറിച്ചത് അവനാണ്. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ വരാറുണ്ട്. അവനൊന്ന് മൂളി. അപ്പോൾ ടീച്ചറമ്മയ്ക്ക് പിറക്കാതെ പോയ മകളാണല്ലേ നീ? അവന്റെ ശബ്ദത്തിലെ ആത്മാർത്ഥത അവളെ സ്പർശിച്ചു. രാവിലെ കണ്ട അഹങ്കാരിയായ ചെറുപ്പക്കാരനിൽ നിന്ന് അവൻ എത്രയോ മാറിയിരിക്കുന്നു. അനാഥാലയത്തിന്റെ ഗേറ്റിന് മുന്നിൽ അവൻ നിന്നു. അവൾ തിരികെ നടക്കാൻ തുടങ്ങിയിട്ട് അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. താങ്ക്സ്, അവൾ പതിയെ പറഞ്ഞു. അവൻ മറുപടിയായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകുന്നത് അവൻ നോക്കി നിന്നു. ആ നിമിഷം ആ ഗേറ്റിന് ഇരുവശത്തുമായി നിൽക്കുമ്പോൾ അവർക്കിടയിൽ ഒരുപാട് ദൂരമുണ്ടെന്ന് അവന് തോന്നി. സ്വന്തം വീടിന്റെ സുരക്ഷിതത്വത്തിൽ കഴിയുന്ന അവനും ഒരുപാട് കുട്ടികളിൽ ഒരാളായി അനാഥാലയത്തിന്റെ ചട്ടക്കൂടിലേക്ക് മടങ്ങിപ്പോകുന്ന അവളും. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവന്റെ മനസ്സ് നിറയെ പെൺകുട്ടിയായിരുന്നു. അവളുടെ കണ്ണുകളിലെ തീക്ഷ്ണതയും അതിന് പിന്നിൽ ഒളിപ്പിച്ച മനസ്സും. അന്ന് രാത്രി ടീച്ചറമ്മയോട് സംസാരിച്ചിരിക്കുമ്പോൾ അവൻ ചോദിച്ചു. വേദിക, അവൾ നല്ല കുട്ടിയാ അല്ലേ ടീച്ചറമ്മേ? ടീച്ചറമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അവളെന്റെ മോളാ മോനെ, ദൈവം എനിക്ക് തന്ന മോള്. അവരുടെ സംസാരം കേട്ട് ഹൃത്തിക് വെറുതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ട് നിറഞ്ഞ വഴിയും അതിനപ്പുറം അവൾ ഉറങ്ങുന്ന അനാഥാലയവും ഓർത്തുകൊണ്ട് അവൻ നിന്നു. ആ വീട്ടിൽ അവനൊരു എതിരാളിയല്ല, മറിച്ച് ഒരു കൂട്ടുകാരിയാണ് വേണ്ടതെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ വേദിക ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ മനസ്സിൽ ഒരുതരം അങ്കലാപ്പുണ്ടായിരുന്നു. ഇന്നലെ കണ്ട ഹൃത്തിക്കായിരിക്കുമോ ഇന്നും അവിടെ ഉണ്ടാവുക? അതോ രാവിലത്തെ അഹങ്കാരി തിരികെ ഉണ്ടാവുമോ? അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു ഹൃത്തിക്. അവളെ കണ്ടതും അവൻ പത്രം മാറ്റി മുഖമുയർത്തി നോക്കി. അവന്റെ മുഖത്തൊരു പ്രസന്നമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്, അവൻ സൗമ്യമായി പറഞ്ഞു. ആ ഒരൊറ്റ വാക്കിൽ വേദികയുടെ മനസ്സിലെ ഭാരം അത്രയും അലിഞ്ഞുപോയി. അവൾക്ക് വിശ്വസിക്കാനായില്ല. അവൾ അറിയാതെ തിരികെ പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ്. അവളുടെ പുഞ്ചിരി കണ്ടപ്പോൾ ഹൃത്തിക്കിന്റെ മുഖം കൂടുതൽ തിളങ്ങി. ആ നിമിഷം അവർക്കിടയിൽ പുതിയൊരു സൗഹൃദത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയായിരുന്നു. അന്നത്തെ ദിവസം മുഴുവൻ അവന്റെ പെരുമാറ്റത്തിൽ കാര്യമായ മാറ്റമുണ്ടായിരുന്നു. അവൻ അവളെ അനാവശ്യമായി ദേഷ്യം പിടിപ്പിക്കാനോ കുത്തുവാക്കുകൾ പറയാനോ വന്നില്ല. പകരം അവൾ ചെയ്യുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കുകയും നിശബ്ദമായി അഭിനന്ദിക്കുകയും ചെയ്തു. ടീച്ചറമ്മ അടുക്കളയിൽ തിരക്കിലായിരുന്നപ്പോൾ വേദിക മുറ്റം വൃത്തിയാക്കുന്നത് അവൻ ഉമ്മറത്തിരുന്ന് നോക്കി. അവളുടെ ഓരോ ചലനത്തിലും ആ വീടിനോടുള്ള സ്നേഹം അവൻ കണ്ടു. ഉച്ചയ്ക്ക് ശേഷം ടീച്ചറമ്മ അവർക്ക് പുതിയൊരു ജോലി നൽകി. മുകളിലെ ഉപയോഗമില്ലാതെ ഇട്ട മുറിയിലെ പഴയ പുസ്തകങ്ങളും മാസികകളും അടുക്കി പെറക്കി വെക്കുക. നിങ്ങൾ രണ്ടാളും കൂടി അതൊന്ന് ശരിയാക്കി വെക്ക്, എനിക്കിപ്പോ തനിയെ അതൊന്നും വയ്യ, ടീച്ചറമ്മ പറഞ്ഞു. അവർ ഒരുമിച്ച് ആ മുറിയിലേക്ക് പോയി. പൊടി പിടിച്ച പുസ്തകങ്ങൾക്കും ഓർമ്മകൾക്കുമിടയിൽ അവർ സംഭാഷണങ്ങൾക്ക് തുടക്കമിട്ടു.
ഒരു ഉയർന്ന ഷെൽഫിൽ നിന്ന് പുസ്തകമെടുക്കാൻ ശ്രമിക്കുകയായിരുന്ന വേദികയുടെ കാൽ വഴുതി. അവൾ വീഴാൻ പോയതും ഹൃത്തിക്ക് പെട്ടെന്ന് അവളെ താങ്ങി പിടിച്ചു. ഒരു നിമിഷം അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിന്നു. പുറത്തെ ലോകം അവർക്ക് ചുറ്റും നിശ്ചലമായതുപോലെ. അവളുടെ ഹൃദയമിടിപ്പ് ഉയർന്നു. അവൻ പതിയെ അവളെ നേരെ നിർത്തി. സൂക്ഷിക്കണം, അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവൾക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല. അവളുടെ കവിളുകൾ ചുവന്നു. അതൊക്കെ വേദയ്ക്ക് പുതിയ അനുഭവമായിരുന്നു. ഇന്നേ വരെ ഒരു ആണിനോടും അവൾ ഇങ്ങനെ അടുത്തിടപഴകിയിട്ടില്ല. അവളുടെ കാര്യങ്ങൾ അവരാരും ശ്രദ്ധിച്ചിട്ടുമില്ല. വൈകുന്നേരം അവളെ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോയത് ഹൃത്തിക്കായിരുന്നു. അന്നത്തെ നടത്തത്തിന് ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. അവർ ഒരുപാട് സംസാരിച്ചു. അവളുടെ പഠിത്തത്തെക്കുറിച്ചും അനാഥാലയത്തിലെ കൂട്ടുകാരെക്കുറിച്ചുമെല്ലാം അവൻ ചോദിച്ചറിഞ്ഞു. അവളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ അവൻ നല്ലൊരു കേൾവിക്കാരനായി. ഗേറ്റിന് മുന്നിൽ എത്തിയപ്പോൾ അവൾക്ക് തിരികെ പോകാൻ മടി തോന്നി. നാളെ കാണാം, യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവൻ പറഞ്ഞു. നാളെ കാണാം. അവൾ ഗേറ്റിനകത്തേക്ക് കയറി തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ പോകാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടു. അവൾ അകത്തു പോയി എന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ അവൻ തിരികെ നടന്നുള്ളൂ. അനാഥാലയത്തിലെ തന്റെ കിടക്കയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ വേദികയുടെ മനസ്സിൽ അവന്റെ മുഖമായിരുന്നു. പരിഹാസത്തോടെ സംസാരിച്ച, പുച്ഛത്തോടെ നോക്കിയ ഹൃത്തിക്കായിരുന്നില്ല അത്. തന്നെ മനസ്സിലാക്കുന്ന, തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്ന ഒരു പുതിയ ഹൃത്തിക്. അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ അവൾ അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു. അതേസമയം ടീച്ചറമ്മയുടെ വീട്ടിലെ തന്റെ മുറിയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഹൃത്തിക്. ഒരു മാസത്തെ അവധിക്ക് വന്ന തനിക്ക് മുന്നിൽ ഈ വീടും ഇവിടുത്തെ ഓർമ്മകളും മാത്രമല്ല, പുതിയൊരു സുഹൃത്തിനെ കൂടി കിട്ടുകയാണ്. വേദിക കഥ പറഞ്ഞൊന്ന് ഇടവേള എടുത്ത് സിദ്ധുവിനെ നോക്കി. അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവളുടെ കഥ പറയുന്ന രീതി കേൾവിക്കാരെ പിടിച്ചെടുത്തു. അവളുടെ കഥ കേട്ട് ആ ലോകത്ത് മുഴുകിയിരിക്കുകയായിരുന്നു അവൻ. അവൾ നോക്കുന്നത് കണ്ടപ്പോൾ അവനൊരു പുഞ്ചിരിയോടെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോ ശത്രുവായി വന്ന ആള് പതിയെ നിന്റെ ഹൃദയം കീഴടക്കുകയായിരുന്നു അല്ലേ? സിദ്ധു ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു. വേദികയുടെ മുഖം ചെറുതായി ചുവന്നു. അവൾ പെട്ടെന്ന് കണ്ണുകൾ താഴ്ത്തി. അങ്ങനെയൊന്നും ഇല്ല സിദ്ധുവേട്ടാ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറുകയായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഒരാൾ എൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും എല്ലാം ചോദിക്കുന്നത് തന്നെ. എനിക്ക് മനസ്സിലാവും, സിദ്ധു ഗൗരവത്തോടെ പറഞ്ഞു. പക്ഷേ ഈ സൗഹൃദത്തിനിടയിലും അവൻ ആരാണെന്നോ എന്തിനാണ് വർഷങ്ങൾക്ക് ശേഷം അവിടേക്ക് തിരികെ വന്നതെന്നോ നീ അവനോട് ചോദിച്ചില്ലേ? വേദിക ഒരു നെടുവീർപ്പിട്ടു. പലതവണ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, എന്തിനാ അത്? ഞാൻ അറിഞ്ഞിട്ട് ടീച്ചർ അമ്മയുടെ ഒരു ബന്ധു കാണാനും കൂടെ നിൽക്കാനും വന്നു. അങ്ങനെ ആരും തന്നെ വന്നു നിന്നതായോ വന്നു പോയതായോ എൻ്റെ ഓർമ്മയിലില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചോദ്യം വന്നത്. പക്ഷേ ഞാനത് ചോദിക്കുമ്പോഴൊക്കെ ടീച്ചർ അമ്മ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറും. ഹൃത്തിക്കിനോട് ചോദിച്ചാൽ അവനും അതേപോലെ. എന്നിട്ട് അവൻ പിന്നെ പറഞ്ഞോ? സിദ്ധു ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ പറയാം, വേദിക കഥ തുടർന്നു. വേദികയുടെ കഥയിലൂടെ ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ഞാനും ഹൃത്തിക്കും നല്ല സുഹൃത്തുക്കളായി. രാവിലെ ഞാൻ വരുന്നതും കാത്ത് അവൻ ഉമ്മറത്തുണ്ടാകും. വൈകുന്നേരം എന്നെ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവനൊരു ശീലമാക്കി. ആ നടത്തത്തിനിടയിൽ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. അവൻ്റെ ജോലിയെക്കുറിച്ചും അവൻ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുമെല്ലാം അവൻ പറഞ്ഞു. അങ്ങനെയാണ് അവൻ്റെ സ്ഥലം കണ്ണൂരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഓരോ ചെറിയ സന്തോഷങ്ങളിലും അവൻ പങ്കുചേർന്നു. ടീച്ചറമ്മ ഞങ്ങളെ നോക്കി സന്തോഷിക്കുന്നതും ഞാൻ കണ്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എനിക്ക് പനി പിടിച്ചു. അന്ന് ടീച്ചറമ്മയുടെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. അനാഥാലയത്തിലെ ആയമ്മ ടീച്ചറമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. അന്ന് വൈകുന്നേരം ടീച്ചറമ്മ എന്നെ കാണാൻ വന്നു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൂടെ ഹൃത്തിക്കുമുണ്ടായിരുന്നു. അവർക്ക് അകത്തേക്ക് വരാൻ അനുവാദമില്ലാത്തത് കൊണ്ട് വാർഡൻ ആയമ്മയുടെ ഓഫീസിൽ വെച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. എങ്ങനെയുണ്ട് മോളെ ഇപ്പോൾ? ടീച്ചറമ്മ എൻ്റെ നെറ്റിയിൽ തൊട്ടുകൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു. കുറവുണ്ട് ടീച്ചറമ്മേ. ഹൃത്തിക്കൊന്നും സംസാരിച്ചില്ല. അവൻ കുറച്ചു മാറി നിന്ന് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുകളിൽ നിറയെ ആശങ്കയാണെന്ന് എനിക്ക് മനസ്സിലായി. അവനെവിടെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. മോള് പേടിക്കണ്ട, നാളത്തേക്ക് പനി കുറയും, ടീച്ചറമ്മ എന്നെ ആശ്വസിപ്പിച്ചു. അവർ പോകുന്നതിന് മുമ്പ് എനിക്കുള്ള മരുന്നും കഴിക്കാനുള്ള സൂപ്പും ആയയെ ഏൽപ്പിച്ചു. അവർ പോയി കഴിഞ്ഞ് ആയ ആ പൊതി എൻ്റെ കയ്യിൽ തന്നു. മുറിയിൽ വന്നത് തുറന്നു നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. സൂപ്പിനും മരുന്നിനും ഒപ്പം അതിലൊരു പുസ്തകവും ഉണ്ടായിരുന്നു. ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരിയുടെ പുതിയ പുസ്തകം. കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കൊതിയോടെ പറഞ്ഞ പുസ്തകമായിരുന്നു അത്. ടീച്ചറമ്മ ഇതൊരിക്കലും വാങ്ങിയിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പായിരുന്നു. ഇത് ഹൃത്തിക്കാണ്. എൻ്റെ ഇഷ്ടങ്ങൾ അവൻ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ആ പുസ്തകം. അതെൻ്റെ കയ്യിലിരുന്ന് വിറച്ചു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യമായി ഒരാൾ എനിക്ക് വേണ്ടി, എൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്. ആ നിമിഷം ഹൃത്തിക് എൻ്റെ മനസ്സിൽ ഒരു സുഹൃത്ത് മാത്രമല്ലാതായി മാറുകയായിരുന്നു. അതിനപ്പുറം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സ്നേഹത്തിൻ്റെ രൂപമായി അവൻ മാറിയിരുന്നു. എൻ്റെ ഹൃദയം അവനു വേണ്ടി തുടിച്ചു തുടങ്ങിയിരുന്നു. അവളുടെ കണ്ണ് നിറയുന്നത് കണ്ടതും സിദ്ധു വേദികയും ചേർത്ത് പിടിച്ച് എഴുന്നേറ്റു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. നന്ദി.